ചേട്ടാ, എൻ്റെ പേര് ലയൻ തോമസ് എന്നാണ്. ഈ തോമസ് ജോസ് പറഞ്ഞ ആളുടെ മോനാണ്. എൻ്റെ പപ്പയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഈ യൂട്യൂബ്. എൻ്റെ പേര് ലിറ്റി. ഞാനിവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള ഇപ്പോൾ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവൻ്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഒരു സ്ത്രീനെ ഇത്രയും അവരുടെ വസ്ത്രങ്ങൾ വരെ അഴിച്ച് ഇത്രയും കാണിച്ചു എനിക്ക് എല്ലാവരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്. എൻ്റെ ഡ്രസ്സ് ഫുള്ള് കീറി. എൻ്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല. എൻ്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഒരാളില്ല സഹായത്തിന്. എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. ചേട്ടാ, എൻ്റെ പേര് ലയൻ തോമസ് എന്നാണ്. ഈ തോമസ് ജോസ് പറഞ്ഞ ആളുടെ മോനാണ്. എൻ്റെ പപ്പയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഈ യൂട്യൂബിൽ. ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഇതിലാണ് യൂട്യൂബിൻ്റെ ചാനലിലാണ് ഇട്ടേക്കണത്. അവർ പറഞ്ഞേക്കണത് അവരെ നടുറോഡ് വെച്ച് വീഴ്ത്തി അവരെ അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ല കാര്യം നടന്നേക്കുന്നത്. അവർ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് അവരുടെ അമ്മ ആദ്യം തുടങ്ങി. അമ്മയാണ് ഈ അവിടെ വീഡിയോയിൽ കിടക്കണ ചീഫ് താഷ് എന്ന് പറഞ്ഞാൽ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ കിടക്കണ ആളുടെ അമ്മയാണ് വന്നാണ് എല്ലാം തുടങ്ങിയേക്കുന്നത്. അമ്മയാണ് എൻ്റെ അപ്പനെ അവരെല്ലാവരും കൂടി ചേർന്ന് അത് ഗമിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോലീസിനൊക്കെ വിളിച്ച് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പനെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ അവരുടെ മോൻ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ബൈക്കൊക്കെ റേസ് ചെയ്ത് എൻ്റെ അപ്പൻ്റെ നേരെ വന്നു. അപ്പം മാറിക്കൊടുത്തു. എന്നിട്ട് അവരുടെ അമ്മ പോലും മാറാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കീറി. ആദ്യം അവരാണ് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കീറിയത്. അവരുടെ ഡ്രസ്സ് കീറിയതിൻ്റെ കാരണം ഇന്നലെ നടന്ന വഴക്കിൽ അവരും അവരുടെ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കിടക്കുന്ന ആളുടെ അപ്പനും അമ്മയും ഭർത്താവും ആളും കൂടിയും എൻ്റെ അപ്പനും മക്കിട്ട് കയറിയപ്പോൾ അവരുടെ ഭർത്താവ് പിടിച്ചു മാറ്റിയപ്പോഴാണ് ആ ഡ്രസ്സ് കീറിയത്. അതിന് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അപ്പനെ അവർ മറിച്ചിട്ടുണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം അവർ കേസ് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അപ്പനാണ് ഇതിൻ്റെ എല്ലാത്തിനെയും ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിനൊന്ന് ഇത് ചെയ്യാനായിട്ടാണ്. ഇതിലത്തെ മഞ്ഞ ചുരിദാറിട്ട ആളാണ് എൻ്റെ അപ്പനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടേക്കുന്നത് അതല്ല. വീഡിയോ ഇട്ടേക്കണേൽ കിടക്കണ ആള്. എൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം ചേട്ടന്. എന്നിട്ട് ഇവരുടെ ഭർത്താവ് എൻ്റെ അപ്പൻ്റെ അനിയനാണ്. എന്നിട്ടാണ് ഇതൊരു പൈസയുടേതാണ്. അത് കഴിഞ്ഞിട്ട് പൈസ അവർ തരുന്നതെന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ അപ്പൻ്റെ മെക്കിട്ട് കയറുന്നത്. ആശുപത്രിയിലും വന്ന് തല്ലി, എല്ലാണ്ടും തല്ലി. അവരെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് തുടങ്ങുന്ന സമയത്ത് അവരെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ച് എൻ്റെ അപ്പനെ പുറത്തേക്ക് ഇറക്കിയിട്ടാണ് അവർ 4 പേരും കൂടിയും ഒരു പെണ്ണുങ്ങളുടെ മുമ്പിൽ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തത്. അവരുടെ അമ്മയും അവരും കൂടിയാണ് എൻ്റെ അപ്പനെ ആദ്യം തല്ലിയത്. അപ്പോൾ ഇതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കണം. ഇത് ഇപ്പൊ ഇവരുടെ ഹസ്ബൻഡിന്റെ ചേട്ടനല്ലേ നിന്റെ അത്യാവശ്യം നിങ്ങൾക്ക് സൈഡിൽ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സത്യത്തിൽ ഇത്രയും. അപ്പൊ നിങ്ങളുടെ സത്യത്തിൽ എന്താണ് അടിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ? എന്തൊക്കെയോ നടക്കുന്നു. കുറെയൊക്കെ എനിക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടി മാത്രം. ആരും നോക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ഞാൻ പിന്നെ ഈ പയ്യൻ അതിനെ കോൾ ചെയ്ത് എന്താണ് സത്യം ഡീറ്റെയിൽ ആയിട്ട് അവൻ ചോദിച്ചാൽ ഇത് ഇപ്പൊ ഇവരുടെ ഹസ്ബൻഡിന്റെ ചേട്ടനല്ലേ നിന്റെ അച്ഛൻ? പിന്നെ വേറെ കാര്യം അത് തന്നെ. അപ്പൊ നിങ്ങൾ സത്യത്തിൽ എന്താണ് ആ ഒരു പ്രശ്നം? എത്ര രൂപ ഇങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ? 1.5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മനെ ആരും നോക്കുന്നില്ല. എന്നിട്ട് അതിൽ നിന്ന് അപ്പൻ 3000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം ആയതുകൊണ്ട്. പക്ഷെ അത് അവർക്ക് തരാൻ പറ്റിയില്ല. അത് ചോദിച്ചതിന് അവര് വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിട്ട് വീഡിയോ എടുക്കും. ചോദിക്കാൻ ചെല്ലുമ്പോ അവര് വീഡിയോ എടുക്കും. വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇത് ഇപ്പം റീസണിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടാവാനുള്ള റീസൺ
വഴക്കുണ്ടാകുന്ന റീസൺ അവര് ഇന്നലെ വന്നപ്പോ തന്നെ എന്റെ അമ്മച്ചിനെ വേണ്ടി കാപ്പിച്ചു പോയി അമ്മച്ചിനെ അടിക്കാൻ ചെല്ലുകയും ചെയ്തു അവരുടെ അമ്മ. അത് എന്നിട്ട് എന്റെ അപ്പനെ വിളിച്ചിട്ട് വെല്ലുവിളിക്കായിരുന്നു. വീട്ടിലിരിക്കണ എന്റെ അപ്പനെ വെല്ലുവിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് 4 പേര് കൂടി വന്ന്. ആദ്യം അവരുടെ അമ്മയും വന്നു, പിന്നെ ആ സ്ത്രീയും വന്നു, എന്റെ അപ്പം വന്നു. നീ എന്ത് വീടെന്ന് പറഞ്ഞ് വീട്ടില്. അത് കഴിഞ്ഞിട്ട് എന്റെ അപ്പൻ തളർന്ന് വീണ് കഴിഞ്ഞിട്ട് അവരുടെ അപ്പനെ അവിടെ നിക്കണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അവരുടെ അപ്പനെ വയ്യെന്ന് പറഞ്ഞ അവരുടെ അപ്പൻ അവിടെ കിടന്നേക്കണു. അപ്പൊ ഈ ഐശ്വര്യമായിട്ടുള്ള ബന്ധം എന്താണ് ഇവര് ലിറ്റിയും? ഐശ്വര്യ എന്റെ പപ്പയുടെ ചേച്ചിയുടെ മോളാണ്. അവരുമായിട്ട് എന്താ ബന്ധം എനിക്ക് അത് അവരുടെ എന്റെ പപ്പയുടെ അനിയനുള്ള ഇവരുടെ ഹസ്ബൻഡ്. അപ്പൊ എന്റെ പപ്പയുടെ 3 ചേച്ചിയുടെ മോളാണ് ഈ ഐശ്വര്യ. ഐശ്വര്യാണ് വീഡിയോ ഇട്ടേക്കാണ്. അതിന് ഐശ്വര്യ പറയുന്നത് കള്ളമെന്നാണോ പറയുന്നത്? ഐശ്വര്യ പറയുന്നത് കള്ളമാണ്. അല്ല, അവരൊന്നും ചെയ്തിട്ടില്ല. അവരാണ് കൂടി ചെയ്തത്. ഹെൽമെറ്റിന് അടിക്കുകയും ഇതൊക്കെ ചെയ്തത് അവരാണ്. എന്റെ അപ്പനെ ഡ്രസ് വിളിച്ച് ഇത് ഇപ്പം നിങ്ങൾ ബ്രോയുടെ അച്ഛനും ഈ പറയുന്ന ലിറ്റിയുമായിട്ട് പ്രശ്നം നടന്നപ്പോ ഈ ലിറ്റിയുടെ ഹസ്ബൻഡ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ലേ? ഇല്ല. അങ്ങേര് എന്ത് ചെയ്തോണ്ടെന്ന്? അങ്ങേര് പിടിച്ചു മാറ്റി ചില സമയത്ത് പിടിച്ചു മാറ്റണ്ടായില്ല. ആ വീഡിയോയിൽ അങ്ങേര് ഏതാണ്? അവരെ അത് കഴിഞ്ഞിട്ട് എന്റെ അപ്പനെ മറച്ചിട്ടിട്ട് പിടിച്ചു മാറ്റിയപ്പോഴാണ് അവരുടെ ഡ്രസ് കീറിയത്. അല്ല, എന്റെ വീഡിയോ ഞാൻ അയക്കുന്നുണ്ട്, അതിലുണ്ട്. ഇതിനു മുന്നേയും ഇതുപോലെ വഴക്ക് നടന്നിട്ടുണ്ടെന്ന് ലിറ്റി പറയുന്നുണ്ടല്ലോ, അതിലെന്താണ് സത്യാവസ്ഥ? അത് ഈ പൈസയുടെ കാര്യത്തിൽ തന്നെ അവർക്ക് കൊടുത്തോളാന്നാണ് ആദ്യം പറയുന്നത്. അവര് രണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ തരാനുണ്ട്, തന്നോളാന്ന് പറയും. ഇതാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുമ്പോ അവർക്ക് കൊടുത്തിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. പക്ഷെ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോ അവര് മാറ്റി പറയും. ഇവരിങ്ങനെ അമ്മച്ചിനെ അപ്പച്ചനെ അടുത്ത് ഒച്ചെടുക്കുന്ന കാരണം കൊണ്ട് ഇവര് തമ്മിലും വഴക്കുണ്ടാവണ കാരണം കൊണ്ട് ഈ വാടകയ്ക്ക് പോയി വന്നേ. പിന്നെ ഇവര് എനിക്ക് പഠിക്കാൻ പോലും പറ്റണ്ടായില്ല. അവിടെ എന്നും ഒച്ചപ്പാടായിരുന്നു എന്റെ പപ്പയുടെ അമ്മയുടെ അടുത്തും അപ്പന്റെ അടുത്തും. നീ ഇപ്പൊ ഏത് ക്ലാസ്സില്? ഞാൻ 9ലാണ്. 9? എന്റെ അനിയത്തിക്ക് അത് കാരണം പനി വരെ വന്നിട്ടുണ്ട്. മര്യാദക്ക് ഉറങ്ങാത്തോണ്ടും ഈ ഒച്ചപ്പാട് കേട്ട് പേടിച്ചിട്ടും. ഇത് നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? അല്ല. അടുത്തടുത്താണോ വീട്? അടുത്തടുത്ത്, തൊട്ടടുത്ത്, മതിലൊന്നുമില്ല. ഓക്കേടാ. അപ്പൊ നിനക്ക് ഒരു മോൻ തന്നെ? നീ ഒരു ആള് തന്നെ? അല്ലല്ല, എനിക്കൊരു അനിയത്തി ഉണ്ട്. ഓക്കെ. 1 വയസ്സായിട്ടുള്ള. ഓക്കെ. എന്തായാലും ഓക്കേടാ. ഞാനിത് എന്തായാലും നീ സംസാരിച്ചതും കൂടി ഞാൻ വീഡിയോയിൽ വയ്ക്കാം. എന്തായാലും നിങ്ങളുടെ സൈഡും കൂടി കേൾക്കണമല്ലോ ആൾക്കാർ. ഓക്കേടാ. അപ്പോൾ ഇതാണ്. ഓക്കെ, എന്താ ശരി. ഓക്കേടാ, ബൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതെല്ലാം കണ്ടല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് ഈ പറയുന്ന ഈ ഒരു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തോമസ് എന്ന് പറഞ്ഞ ഇവര്, അതായത് ലിറ്റി എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരനെ ആക്രമിച്ചു എന്ന് പറയുന്ന ഈ തോമസ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ് ഈ പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നതിൽ പല രീതിയിലുള്ള ക്ലാരിറ്റി കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയുന്നതിനകത്ത് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോയും അതേപോലെ ഇതൊക്കെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ ഈ തോമസ് എന്ന് പറഞ്ഞ ആളുടെ ഭാഗത്ത് മാത്രമാണ് എല്ലാ തെറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പുള്ളിയുടെ ഭാഗത്താണ് ഭൂരിഭാഗം തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ പുള്ളി അടിക്കുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്, ആ പുള്ളി സ്ത്രീനെ അത്രയും ഉപദ്രവിച്ച്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം ആരാണ് ആദ്യം തുടങ്ങിയത് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും വന്നു. കാര്യം നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു അവസ്ഥയായി. കാര്യം അവരുടെ സൈഡ് പറഞ്ഞ് ഇപ്പൊ ഇവരുടെ ഭാഗത്തു നിന്ന് ഈ പയ്യൻ അവരുടെ സൈഡും പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും കേട്ടതിനകത്ത് എനിക്കിപ്പോ ആകെ മൊത്തം കുഴഞ്ഞിരിക്കണേ ഈ ഒരു വിഷയം. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.